തന്നെക്കാളും പ്രായമുള്ള മുതിർന്ന ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും ഇപ്പോഴത്തെ കുട്ടികളോട് പറയുമ്പോൾ അവർ തിരിച്ചു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് കുട്ടികളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു 10, 23, 22, 24 വയസ്സുള്ള പിള്ളേഴ്സ് തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പ്രോ ആണ്, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾ പണ്ടത്തെ പോലെയൊന്നല്ല, ഞങ്ങൾ ഭയങ്കര പ്രാക്ടിക്കലാണ് എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള പല പോസ്റ്റുകളും, അല്ലെങ്കിൽ അവർ പറയുന്ന പല കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രോ ആണ്. എന്താണ് പ്രോ? ആണോ? യഥാർത്ഥത്തിൽ അവർ പ്രോ ആണോ? ഈ പ്രോ എന്ന് പറയുന്ന കുട്ടികൾ ഒരു 18 വയസ്സിൽ ഒരു ഫ്യൂച്ചർ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഈ കുട്ടികളുടെ ലൈഫ് തീരുന്നത് എപ്പോഴാ? 24-ാമത്തെ വയസ്സിൽ എത്തുമ്പോഴേക്കൊക്കെ പല പ്രോ കുട്ടികളുടെയും ലൈഫ് അങ്ങോട്ട് തീർന്നു പോയി ദൈവത്തിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പം യഥാർത്ഥത്തിൽ പ്രോ ആണോ നിങ്ങൾ? നിങ്ങൾ ഒരിക്കലും പ്രോ അല്ല. നിങ്ങൾ അങ്ങനെ അതാണ് ധരിച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾ മാത്രം ശരി, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പൊട്ട തെറ്റാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. അത് നിങ്ങളുടെ എന്താ പറയുക, തലയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ മനസ്സിന്റെ ഒരു അഹങ്കാരം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ മാത്രം ശരി, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പൊട്ട തെറ്റാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എന്താവുന്നത്, ഇപ്പം ഈ പ്രോ ആണെന്ന് പറഞ്ഞ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇപ്പം 90s കിഡ് അല്ലെങ്കിൽ 90s കിഡ്സിലെ ആൾക്കാർക്ക് എന്താ പറയുക, കുറച്ച് ആൾക്കാർക്ക് കുറച്ചായിട്ടൊരു ട്രോളുണ്ട്. അവർക്ക് പെണ്ണ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കാത്തത് എന്തുകൊണ്ടാണ് പെണ്ണ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഈ പറയുന്ന കുട്ടികൾ പെട്ടെന്ന് കല്യാണം കഴിക്കുന്നു. പക്ഷെ എന്താണ് അവസ്ഥ? നിങ്ങൾ കല്യാണം കഴിച്ച് ആ കുട്ടിയും കൊണ്ട് നിങ്ങളെ ജീവിത അവസാനം വരെ ജീവിക്കുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്? ഒരു പയ്യൻ 21 വയസ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞു, അപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കും. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ഈ 18 കഴിഞ്ഞ് ഒരു 24 എത്തുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതം അങ്ങോട്ട് നിന്നു പോകുന്നൊരവസ്ഥയാണ്, ദൈവത്തിലോട്ട് പോകുന്ന അവസ്ഥയാണ്. ഒരിക്കലും ഒരു എന്താ പറയുക, പക്വതയായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കൊന്നും ആ ഒരു അവസ്ഥ ഇന്ന് വരെ വന്നിട്ടില്ല. വിവാഹ ബന്ധങ്ങളും അല്ലെങ്കിൽ റിലേഷനൊക്കെ ഒരുപാട് അലസിപ്പിരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ജീവൻ അവസാനിപ്പിക്കുന്ന അവസ്ഥയൊന്നും ഒരുപാട് മുമ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ അടുത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. അതാരാണ്? ഈ പ്രോ എന്ന് പറയുന്ന കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രോ കുട്ടികൾ തീരുമാനിക്കുക. നിങ്ങളെ കുറ്റം പറയുന്നൊന്നുമല്ല. പ്രശ്നക്കാർ എല്ലാ ഏജിലും ഉണ്ട്. പക്ഷേ പറയുക, ഒരു 10-24 വയസ്സുള്ള കുട്ടികളോടെല്ലാം പറയുക, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതേപോലെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മേനെയും ഒരു മിനിറ്റ് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ എത്ര വലിയ എന്താ പറയുക, ഒരു അപകടം ഉണ്ടാക്കാൻ പോകുന്നതാണെങ്കിലും, ഒരു സംഭവം നിങ്ങൾ ചെയ്യാൻ പോകുന്നതാണെങ്കിലും ഒരു 10 മിനിറ്റ് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടും കേട്ടോ. അതുകൊണ്ട് ജനിപ്പിച്ചു എന്നുള്ളൊരു പേരിന് അവരെ കരയിപ്പിക്കരുത് മക്കളെ. അത്രയേ പറയാനുള്ളൂ കേട്ടോ. താങ്ക് യു.